ഹായ് ഓൾ, മുട്ടയപ്പമാണ് ഇന്നത്തെ റെസിപ്പി. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മഞ്ഞക്കരു ഒരു സ്പൂണിലൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഞാൻ പിന്നീട് പറയാം. ആ 4 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദാ മാവാണ് ചേർക്കുന്നത്. മൈദാ മാവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടി പോവുകയാണോ അഥവാ മാവ് കുറഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മാവ് ഇട്ട് കൊടുക്കുകയോ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നല്ല ഒരു ബാറ്ററായിട്ട് എടുക്കണം. ഇനി ഇത് ചുട്ടെടുക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. മൺചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. എല്ലാ കടകളിലും ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മഞ്ഞയുണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ, അത് ഈ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. വേറെ ഒന്നിനുമല്ല, ചട്ടിയിൽ നിന്ന് നമ്മളെ ഈ മുട്ടയപ്പം ഇളവി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. എന്നിട്ടൊരു ന്യൂസ് പേപ്പർ വെച്ച് നന്നായിട്ട് എല്ലായിടത്തും ആ മുട്ട ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിന് മാറ്റാം. ഇനി നമ്മൾ ആ തുടച്ച ന്യൂസ് പേപ്പർ ഇനി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ആ ആക്കി വെച്ചേക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതേപോലെ എടുക്കാം. നമ്മൾ ചുട്ട് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നമ്മൾ ഈ മുട്ടയപ്പത്തിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ആദ്യം നമ്മൾ മുട്ട തേച്ച ആ ന്യൂസ് പേപ്പർ പിന്നീട് യൂസ് ചെയ്തത്. അത് പിന്നീട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ടയപ്പത്തിനകത്ത് ഈ ഹോളുകൾ വീഴത്തില്ല. അതുകൊണ്ടാണ് ആ പേപ്പർ വീണ്ടും യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇതിനകത്ത് ഹോളുകളെല്ലാം ഏകദേശം വീണ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അടച്ച് വെച്ച് കൊടുത്ത് പെട്ടെന്നങ്ങ് തുറന്ന് നമുക്ക് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മുട്ടയപ്പം ചുട്ടെടുക്കാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടണം. ഓക്കെ, ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്.